ഇന്നലകൾ ഇന്ന് brought to you in association with SK Hospital. ഇന്ന് നാഗസാക്കി ദിനം. ജപ്പാനിൽ അമേരിക്ക നടത്തിയ രണ്ടാമത്തെ അണുബോംബ് വർഷിച്ച ദിനം. ഓഗസ്റ്റ് 9 ജപ്പാനിലെ നാഗസാക്കിയെ നടുക്കി അമേരിക്കയുടെ ബോക്സ്കാർ എന്ന USB-29 ബോംബർ വിമാനം നാഗസാക്കിയിൽ ഫാറ്റ്മാൻ എന്ന പേരിലുള്ള രണ്ടാമത്തെ അണുബോംബ് വർഷിച്ചു. 40,000-ഓളം പേർ തൽക്ഷണം കൊല്ലപ്പെട്ടതായി കണക്കാക്കുന്നു. പിന്നീട് 35,000 മുതൽ 40,000 പേരെ കൂടി ഈ അണുബോംബ് വർഷം മരണത്തിലേക്ക് തള്ളിവിട്ടു. റേഡിയേഷൻ മൂലവും പരിക്കുകൊണ്ടും 10,000-കണക്കിന് ആൾക്കാർ നാഗസാക്കിയിൽ പിന്നീടുള്ള വർഷങ്ങളിലും മരണത്തിന് കീഴടങ്ങി. നാഗസാക്കി ഒരു തരിശ് ഭൂമിയായി തീർന്നു. അവിടുത്തെ ജനത വർഷങ്ങളോളം രോഗങ്ങളും പരിക്കുകളും കൊണ്ട് വേദന തിന്ന് ജീവിച്ചു. ശാരീരികമായും മാനസികമായും തകർന്നു. നാഗസാക്കിയും ഹിരോഷിമയും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ആണവായുധ യുദ്ധം ഉപേക്ഷിക്കാൻ പ്രേരകമായി. സമാധാനത്തിന്റെയും ആണവായുധ നിരായുധീകരണത്തിന്റെയും പ്രാധാന്യം ലോകം ചർച്ച ചെയ്യപ്പെട്ടു. ലോകരാജ്യങ്ങൾ ആണവായുധ നിർമ്മാർജ്ജന സഖ്യങ്ങളിലേർപ്പെട്ടു. ഒരിക്കലും ഒരു യുദ്ധവും സമാധാനം കൊണ്ടുവരികയില്ല. യുദ്ധം വിതയ്ക്കുന്നത് അശാന്തിയും അരക്ഷിതാവസ്ഥയും ദുരന്തങ്ങളുമാണ്. നാഗസാക്കി ദിനം ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇന്നലകൾ ഇന്ന് brought to you in association with SK Hospital.